ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബിസിനസ് തുടങ്ങിയതിനെ പറ്റിയിട്ടാണല്ലോ ഇട്ടിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും തുടങ്ങണം എന്നുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളെന്താണോ റീപാക്കിങ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടാണെങ്കിൽ അതെന്താണെന്ന് ആദ്യം തീരുമാനിക്കുക. പിന്നെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ടാണ് വിൽക്കാൻ പോകണമെന്ന് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല ഇനിയിപ്പോൾ നമ്മൾ 500, 200, 300, 1 കിലോ വരെയുള്ള പാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ മുട്ടായി ആയാലും കടലക്ക ആയാലും മിക്സറായാലും ഒക്കെ ഉള്ള അതുപോലെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഒരു പേര് കണ്ടെത്തണം. നമ്മൾ ചെയ്യുന്ന സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിക്കർ വെക്കണം. ആ സ്റ്റിക്കറിന് ഒരു പേര് കണ്ടെത്തണം. ആ സ്റ്റിക്കറിന് പേരും നമ്മൾ ആരെ പേരിലാണോ ലൈസൻസ് എടുക്കാൻ തീരുമാനിക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ ആധാറിൻ്റെ കോപ്പിയായിട്ട് വേണ്ട, ആധാർ കൊണ്ടുപോയാൽ മതി. പിന്നെ ഒരു ഫോട്ടോ, ഈ രണ്ട് സാധനമായിട്ട് നമ്മൾ പോയിട്ട് 200 റുപ്യ അടച്ചാൽ അക്ഷയെന്ന് നമുക്ക് FSSAI എന്ന് പറഞ്ഞിട്ടൊരു ലൈസൻസിന് എഴുതി കൊടുക്കുക. ആ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ആ ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റിക്കർ അടുപ്പിക്കണം. ഈ സ്റ്റിക്കർ അടുപ്പിക്കാൻ കഴിഞ്ഞാൽ ഞാൻ സാധാരണ സ്റ്റിക്കറാണ് അടുപ്പിച്ചിരിക്കണത്. ഈ സാധാരണ സ്റ്റിക്കർ അടുപ്പിച്ചതിനെ കൊണ്ട് എന്താണെന്നറിയോ, നമുക്ക് 1500 റുപ്യയായി എനിക്ക് 5000 സ്റ്റിക്കർ അടിക്കാൻ. അതല്ല, നമ്മൾ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള സ്റ്റാൻഡേർഡ് സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ കവറുകൾക്ക് മുകളിൽ ഈ പ്രിൻ്റൊക്കെ എടുത്തിട്ടുള്ള കവറാണ് നിങ്ങൾ അടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കവറിന് മാത്രം കിലോ കണക്കിന് സാധനമാണല്ലോ കിട്ടുക. അത് കവറിന് മാത്രം നമ്മൾ 25,000 50,000 റുപ്യൊക്കെ നമുക്ക് ചിലവാകും. പിന്നെ നമ്മൾക്ക് എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഈ കെമിക്കലൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആ പാക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ലൈസൻസ് ആണല്ലോ. അതെന്താണെന്നുള്ള അക്ഷയെ പോയി അന്വേഷിച്ചാൽ അറിയുള്ളൂ കേട്ടോ. ഞാൻ FSSAI ലൈസൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ സാധാരണ റീപാക്കിങ് മാത്രമാണല്ലോ ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെയെന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ സ്റ്റിക്കറും എടുത്ത് കാർഡ്ബോർഡും എടുത്ത് ഒക്കെ അടിച്ച് പിന്നെ ഈ നമ്മൾ നല്ല പിന്നെ എന്താ പറയുക 500, 200, 300 ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കവറിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഞാൻ സാധാരണ സ്റ്റിക്കർ അടുപ്പിച്ചതിനെ കൊണ്ട് അത് ഒട്ടിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റേ സ്റ്റിക്കർ ഉണ്ടല്ലോ ഒട്ടിക്കുന്ന സൈസിലുള്ള ആ സ്റ്റിക്കറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കവറിൻ്റെ മുകളിൽ ഒട്ടിച്ചിക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് കിലോൻ്റെ ഇത് എങ്ങനെയാണുള്ളത് നമുക്കത് പിന്നെ തൂക്കും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റിക്കർ അടുപ്പിച്ചിട്ടാണെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഇതേമാതിരി കാർഡ്ബോർഡിൻ്റെ മുകളിൽ സ്റ്റിക്കർ വെച്ച് അതിൻ്റെ മുകളിൽ തന്നെ സ്റ്റേപ്ലർ വെച്ചിങ്ങായിട്ട് പിന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾക്കൊരു മത്സരം ഉള്ളതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബിസിനസ്സിലേക്ക് എടുത്ത് ചാടിയിട്ട് പിന്നെ കച്ചവടമായി കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കുറേ സ്ഥലത്തേക്ക് ഞാനൊക്കെ ഇപ്പോൾ നമുക്ക് വേണ്ട അടുത്ത ആഴ്ച എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറേ അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ സ്ഥിരമായിട്ട് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമുക്കത് കേൾക്കുമ്പോൾ കുറച്ചൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഓവർ നമ്മൾ എക്സ്പെൻസ് ചിലവാക്കിയിട്ട് ചെയ്യണതിനെക്കാട്ടും നല്ലത് കുറഞ്ഞ എക്സ്പെൻസിൽ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മെച്ചം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല കവറുകളിലേക്കൊക്കെ മാറാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ടേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അന്ന് ആരും ഒന്നും കമൻറ്റും ചെയ്യുന്നില്ല, ഒന്ന് ലൈക്കും അടിക്കണില്ല എന്നുള്ളത് മറ്റേ ഈ വീഡിയോയിലൊക്കെ പല ഭാഗത്തും ഞാൻ കേൾക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഞാനും പറയണം, എൻ്റെ വീഡിയോയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചിട്ട് പോകുക എന്നുള്ള മാതിരിയാണ് നമുക്ക് എല്ലാവർക്കും മുന്നേറാം. ഇപ്പോഴത്തെ ജീവിതം തന്നെ വീട്ടിലൊരാൾ മാത്രം നയിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ആവില്ല. അതിനെക്കൊണ്ട് കൂടി സപ്പോർട്ട് ചെയ്യുക.